नमो भगवते वासुदेवाय। वसुदेवसुतं देवं कौसचाणूरमर्दनं देवकी परमानन्दं कृष्णौ वन्दे जगद्गुरुं। ശ്രീകൃഷ്ണൗ വന്ദേ ജഗദ്ഗുരും. എല്ലാവർക്കും നമസ്കാരം. SPYSS NYC ഓൺലൈൻ മലയാളം നടത്തിവരുന്ന ഗീതാധ്യായനം ഇന്ന് 155 ദിവസം. ശ്രദ്ധാത്രയ വിഭാഗ യോഗം 17-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളുടെ പഠനമാണ് ഇന്ന് നടക്കുന്നത്. ത്രിഗുണപ്രകൃതിക്കാരുടെ ഭക്ഷണം, യജ്ഞം, പെരുമാറ്റം തുടങ്ങിയവയെ പറ്റി ഈ ശ്ലോകങ്ങളിൽ പറയുന്നു. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ എല്ലാ യോഗബന്ധുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യും. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചെല്ലുന്നത് ഓമനാക്ക, ചാൻഡിങ് റിവിഷൻ പ്രേമലതാക്കയും മൃദുലാക്കയുമാണ്. 10 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളുടെ ചാൻഡിങ് ഗൈഡൻസ് രാജമാക്ക. 10, 11, 12 ശ്ലോകങ്ങൾ ചൊല്ലുന്നത് ലാലി സുരേഷ് ഒക്കെയാണ്. എക്സ്പ്ലനേഷൻ രത്നവല്ലിയക്ക. 13, 14, 15 ശ്ലോകങ്ങൾ ദേവകിയക്കയും അതിന്റെ വിശദീകരണം പാർവതിയക്കയുമാണ്. ബാക്കപ്പിൽ ഗംഗാക്കയും സരോജിനിയക്കയും ഉണ്ട്. പ്രബുദ്ധമായ ഈ സദസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലാൻ ഓമനാക്കിയെ ക്ഷണിക്കും. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ വാസുദേവായ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണ സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായിനി അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭക്തോ ദുഗ്ധം ഗീതാമൃതം മഹ. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതി കൃപേണ പത്നി കർണേന വേലാകുലാ. അശ്വത്ഥാമ വികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈ രണനദി കൈവർത്തക കേശവ. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷ്ടപദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല
प्रध्वंसि न श्रेयसे मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् यं ब्रह्मा वरुद्र मरुदः स्तुन्वन्ति दिव्यैस्तवैर्वेदैः सङ्गपद क्रमोपनिषदैर्गायन्ति यं सामगा ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणा देवाय तस्मै नमः देवाय तस्मै नमः देवाय तस्मै नमः हरि ओम അടുത്തതായി ചാൻഡിങ് റിവിഷൻ 4, 5, 6 ശ്ലോകങ്ങൾ പ്രേമലതാക്കിയ. ഓം ശ്രീ പരമാത്മനേ നമഃ. അധ സപ്തദശോദായഃ. യജന്തെ സ്വാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാഃ പ്രേതാൻ ഭൂതഗണാംശ്ചാന്യേ യജന്തെ താമസാ ജനാഃ. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തെ തപോ ജനാഃ. ദംഭാഹങ്കാരസംയുക്താഃ കാമരാഗബലാന്വിതാഃ. കർഷയന്തഃ ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ. മാം ചൈവാന്തഃ ശരീരസ്ഥം താൻ വിദ്യാസുരനിശ്ചയാൻ. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയഃ. യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതിവിവർധന. രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യാഃ ആഹാരാ സാത്വികപ്രിയാഃ. കട്ടും ലലവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷവിദാഹിനഃ. ആഹാരാ രാജസസ്യേഷ്ഠാഃ ദുഃഖശോകാമയപ്രദാഃ. ഇനി 10 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളുടെ ചാൻഡിങ് ഗൈഡൻസ് രാജമാക്ക. എത്തിച്ചൊല്ലുന്നത് ലാലി സുരേഷ് അക്ക. ഹരി ഓം. ഹരി ഓം തത്സത് പരമാത്മനേ നമഃ. ഓം ഗുരുവേ നമഃ. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു വാക്ക് കേട്ടത്, ഞാൻ പഠിച്ചത് ഇങ്ങനെയാ. അതിലാണ് 19ാമത്തെ കഡ്വ അമ്പള എന്നാണ് ഇതിനകത്ത് ചൊല്ലിത്തരുന്നതിനകത്തൊരു ചെറിയ ഇതുണ്ട്. കഡ്വം അമ്പളം ലവണം എന്നാണ്. അവിടെ കഡ്വ ലവണ എന്ന് മാത്രമേ ഇവിടെ ചൊല്ലുമ്പോ പറയുന്നുള്ളൂ. ഇപ്പൊ ചൊല്ലിയതല്ല, നമ്മുടെ ആ ശ്ലോകം ചൊല്ലിയിട്ടേക്കുന്നതിനകത്ത് അങ്ങനെയാണ്. പക്ഷെ അതങ്ങനെയല്ല. കഡ്വ അമ്പളം അങ്ങനെയാണ്. 2 വാക്കുണ്ട്. കഡ്വം എന്ന് കൊണ്ട് പിന്നെ അമ്പളം അത് പുളി, ലവണം അതാണ് കറക്റ്റ്. പറഞ്ഞതേ ഉള്ളൂ. ഹരിയും കേട്ടപ്പോ പറഞ്ഞതേ ഉള്ളൂ. 17ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം 10, 11, 12 ചൊല്ലുന്നത്. യാതയാമം ഗദരസം യാതയാമം ഗദരസം പൂതിപര്യൂഷിതം ചയത്. പൂതിപര്യുഷിതം ച യത്. യാതയാമം ഗദരസം പൂതിപര്യൂഷിതം ചയത്.
यादयामं गदरसं ऊदिपर्युषितं च यद् उच्छिष्टमभिजामेध्य उच्छिष्टम् अभिचामेध्यं भोजनं तामसप्रियम् भोजनं तामसप्रियम् उच्छिष्टमभिजामेध्यं भोजनं तामसप्रियम् उच्छिष्टम् अभिचामेध्यं भोजनं तामसप्रियम् ഒന്നിച്ച് യാദയാമം ഗദരസം ഊതിപര്യൂഷിതം ച യത് ഉച്ഛിഷ്ടമഭിചാമേധ്യം ഭോജനം താമസപ്രിയം यादयामं गदरसं ऊदिपर्युषितं च यद् उच्छिष्टमभिचामेध्यं भोजनं तामसप्रियम् അഫലകാംക്ഷിഭിര്യജ്ഞഃ अफलाकाङ्क्षिभिर्यज्ञः വിധിദൃഷ്ടോ യ യുജ്യതേ विधिदृष्टो य युज्यते അഫലാകാംക്ഷിഭിര്യജ്ഞഃ വിധിദൃഷ്ടോ യ യുജ്യതേ अफलाकाङ्क्षिभिर्यज्ञः विधिदृष्टो य युज्यते യഷ്ടവ്യം ഏവേതി മനഃ यष्टव्यम् एवेदि मनः സമാധായ സ സാത്വികഃ समाधाय स सात्विकः 4 വരി ഒന്നിച്ച് അഫലാകാംക്ഷിഭിര്യജ്ഞഃ വിധിദൃഷ്ടോ യ യുജ്യതേ യഷ്ടവ്യമേവേതി മനഃ സമാധായ സ സാത്വികഃ अफलाकाङ्क्षिभिर्यज्ञः विधिदृष्टो य युज्यते यष्टव्यमेवेदि मनः समाधाय स सात्विकः അഭിസന്ധായ ദുഃഫലം अभिसन्धाय तु फलम् ദംഭാർത്ഥമപി ചൈവ യത് दम्भार्थमपि चैव यद् അഭിസന്ധായ ദുഃഫലം ദംഭാർത്ഥമപി ചൈവ യത് अभिसन्धाय दुफलम् दम्भार्थमपि चैव यद् യുജ്യതേ ഭരതശ്രേഷ്ഠ युज्यते भरतश्रेष्ठा തം യജ്ഞം വിദ്ധി രാജസം तं यज्ञं विद्धि राजसम् 4 വരി ഒന്നിച്ച് അഭിസന്ധായ ദുഃഫലം ദംഭാർത്ഥമപി ചൈവ യത് യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം अभिसन्धाय दुफलम् दम्भार्थम् अपि चैव यद् युज्यते भरतश्रेष्ठा तं यज्ञविद्धि राजसम् വിശദീകരണത്തിനായി രത്നവല്ലിയൊക്കെ. ഹരി ഓം. ഇന്ന് അധ്യായം 17 ശ്രദ്ധാത്രയ വിഭാഗ യോഗം ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് 9 ശ്ലോകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 10, 11, 12 ഈ ശ്ലോകങ്ങളാണ് ഇപ്പൊ പാരായണം ചെയ്തത്. അതിന്റെ വ്യാഖ്യാനാണ് ഇനി പറയേണ്ടത്. ഈ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തില് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഗുരുവാക്യങ്ങളിലും ശാസ്ത്രവാക്യങ്ങളിലുമുള്ള ദൃഢമായ വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ശ്രദ്ധ തന്നെ ദേഹികളുടെ സ്വഭാവത്തിനനുസരിച്ച് 3 വിഭാഗത്തിലുണ്ട് എന്നും ഈ സ്വഭാവ വ്യത്യാസത്തിന് കാരണം ഓരോ വ്യക്തിയിലുമുള്ള സാത്വിക, രാജസ, താമസ ഗുണത്തിലുള്ള വ്യത്യാസമാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. അതായത് ഈ 3 ഗുണത്തിന്റെയും
അനുപാതത്തിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നു. അതിനനുസരിച്ചാണ് ഈ ശ്രദ്ധ ദേഹികൾക്കുണ്ടാകുന്നത് എന്നാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നത്. എന്നാൽ സാത്വിക ശ്രദ്ധയിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കൂ എന്നും നമ്മളിവിടെ മനസ്സിലാക്കി. അതേപോലെ തന്നെ ആഹാര രീതിയെ പറ്റിയാണ് പിന്നീട് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഈ ആഹാര രീതിയും ഇതേപോലെ തന്നെ 3 വിഭാഗത്തിലുണ്ട്, 3 തരത്തിലുണ്ട്. അതില് 8ാമത്തെ ശ്ലോകത്തില് സാത്വികന്മാരുടെ ആഹാര രീതിയെ പറ്റി നമ്മൾ പഠിച്ചു. 9ാമത്തെ ശ്ലോകത്തില് രാജസിക സ്വഭാവമുള്ളവരുടെ ആഹാര രീതിയെ പറ്റിയും പഠിച്ചു കഴിഞ്ഞു. ഇനി 10ാമത്തെ ശ്ലോകത്തില് താമസ, അതായത് തമോ ഗുണികൾ, താമസ സ്വഭാവം കൂടുതലുള്ള വ്യക്തികളുടെ ഭക്ഷണ രീതിയെ പറ്റിയാണ് പ്രസ്താവിക്കുന്നത്. ആദ്യം നമുക്ക് ഈ 10ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. യാതയാമം ഗതരസം ഊതി പര്യുഷിതം ചയത് ഉച്ഛിഷ്ടമപി ചാമേദ്യം ഭോജനം താമസപ്രിയം. യാതയാമം എന്ന് പറഞ്ഞാൽ പാകം ചെയ്തിട്ട് ഒരു യാമം കഴിഞ്ഞതിന് ശേഷമുള്ള ഭക്ഷണം. അതായത് ഗതരസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രസമെല്ലാം പോയിട്ടുള്ളത്, അതായത് ഈ ഭക്ഷണത്തിന്റെ സ്വാദൊക്കെ നശിച്ച് കഴിഞ്ഞത്. പൂതി എന്ന് പറഞ്ഞാൽ ദുർഗന്ധമുള്ളത്. പര്യുഷിതം എന്ന് പറയുമ്പോൾ തലേന്നാൾ പാകം ചെയ്ത ഭക്ഷണം. ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ അന്യൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി, ഒരാൾ കഴിച്ച് കഴിഞ്ഞ ഭക്ഷണത്തിന്റെ ബാക്കി. ചാമേദ്യം എന്ന് പറഞ്ഞാൽ അമേദ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അമേദ്യം എന്ന് പറഞ്ഞാൽ അശുദ്ധമായത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭോജനം താമസപ്രിയം, താമസന്മാരുടെ പ്രിയപ്പെട്ട ഭോജനം ഇത്തരത്തിലുള്ളതാകുന്നു എന്നാണ് ഈ 10ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. അതായത് യാതയാമം സാധാരണ തന്നെ പറയും, പാകം ചെയ്ത് 3 മണിക്കൂറിനുള്ളിൽ ആ ഭക്ഷണം നമ്മൾ കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞ ശേഷമുള്ള ഭക്ഷണത്തിന്റെ ഗുണനിലവാരം കുറവായിരിക്കും എന്ന് പൊതുവെ പറയാറുണ്ട്. അതായത് മുമ്പ് കാലത്തൊക്കെ നമ്മളെ ഓരോ സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നു, ആ സമയത്ത് ഭക്ഷണം ആ ഭക്ഷണം ആ സമയത്ത് തന്നെ കഴിക്കും. അങ്ങനെയായിരുന്നു നമ്മുടെ രീതി. എന്നാൽ ഈ താമസക്കാര ഭക്ഷണമാണ്, തമോ ഗുണികളുടെ ഭക്ഷണമാണ് രീതിയെ പറ്റിയാണ് 10ാമത്തെ ശ്ലോകത്ത് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഞാൻ ഇപ്പോഴത്തെ ഒരു രീതിയെ കൂടി ഈ അവസരത്തിൽ ഇവിടെ ഓർമ്മിക്കുകയാണ്. ഇപ്പം പൊതുവെ നമുക്ക് ഒന്നിനും സമയമില്ല, കാരണം ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പണ്ടത്തെ പോലെയല്ല നമ്മുടെ ജീവിതം, തിരക്ക് പിടിച്ച ജീവിതമാണ്. അപ്പോഴേ ഓരോ സമയത്ത് ഭക്ഷണം പാകം ചെയ്യുക, പണ്ടത്തെ മാതിരി അത് ആ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ചുരുക്കം ചില വീടുകളിൽ മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ഭക്ഷണം പാകം ചെയ്യും, ഭക്ഷണം കഴിക്കും, ബാക്കി വരുന്ന ഭക്ഷണം ഈ ഫ്രിഡ്ജ് എന്നൊരു ഉപകരണം ഉള്ളത് കൊണ്ട് അതിലേക്ക് മാറ്റി വെക്കും. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു പക്ഷേ കുറച്ചൊക്കെ ഈ പറയുന്ന രീതിയിൽ ചീത്തയാവില്ല എന്ന് വിചാരിക്കാം. എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നെ അറിയാം, ഈ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണമായാലും നമ്മൾ പാകം ചെയ്ത അതേ സമയം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി ഉണ്ടാവില്ല. അപ്പോ ഇവിടെ പറയുന്ന പാകം ചെയ്ത് ഒരു യാമം കഴിഞ്ഞ ഭക്ഷണത്തിന് അതിന്റെ സ്വാദൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിന്റെ രസം പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വാദ്, സാധാരണ പാകം ചെയ്ത ഉടനെയുള്ള ഭക്ഷണത്തിന്റെ രുചി ഉണ്ടാവില്ല എന്നാണ്. അങ്ങനത്തെ ഭക്ഷണം പിന്നെ കുറച്ചുകൂടെ സമയം കഴിയുമ്പോൾ ആ ഭക്ഷണത്തിന് ദുർഗന്ധം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് താല്പര്യമില്ലാത്ത രീതിയിലുള്ള സ്മെല്ലുകളൊക്കെ പുറത്തു വരുന്നു. അപ്പൊ അങ്ങനെയുള്ള
ഭക്ഷണം പോലും ഈ താമസന്മാര് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. പ്രിയെന്നാണ് ഇവിടെ പറയുന്നത്. അഥവാ നമ്മൾ പ്രിയെന്ന് പറയുന്നില്ലെങ്കിലും ഈ തമോ ഗുണികൾ ഇത്തരത്തിലുള്ള ഭക്ഷണത്തിനൊന്നും വിമുഖത കാണിക്കില്ല എന്ന് പറയുന്നു. പിന്നെ പര്യൂഷിതം, തലേ ദിവസം പാകം ചെയ്ത ഭക്ഷണം. പിന്നെ ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ കഴിച്ച ഭക്ഷണത്തിന്റെ ഒരാൾ കഴിച്ച് ആ ഭക്ഷണം തന്നെ മറ്റുള്ളവര് അതേ പ്ലേറ്റിൽ അല്ലെ അതേ ഇലയിലാണ് അതേ ഇലയിൽ കഴിക്കുക എന്നുള്ള രീതിയാണ്. മുമ്പ് കാലത്ത് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. കാരണം ഭർത്താവ് കഴിച്ച പ്ലേറ്റിൽ തന്നെ ഭാര്യയും ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു രീതി നമ്മുടെ നാട്ടിൽ നടന്നു വന്നതാണ്. പക്ഷെ ഇപ്പോഴതൊന്നുമില്ല. അത് എന്തൊരു നല്ല കാര്യമാണെന്നായിരുന്നു ഒരു കാലത്ത് ജനങ്ങളുടെ ഒരു വിശ്വാസം. ഇപ്പോഴും പിന്നെ അതൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു. വാസ്തവത്തിൽ അതിന്റെ ആവശ്യമില്ല. എല്ലാ ദേഹികളുടെ ശരീരത്തിനുള്ളിലും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വളരെ എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നതിന് ആത്മാവിനെയാണ്. ആ ആത്മാവ് എല്ലാവരുടെ ശരീരത്തിനുള്ളിലുണ്ട്. അപ്പൊ ആ ആത്മാവിന് നമ്മൾ ഉച്ഛിഷ്ടം ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല. അന്ന് എന്തുകൊണ്ടോ അങ്ങനെ ഒരു രീതി തുടർന്നു വന്നു. ഇപ്പോഴതൊക്കെ നമ്മൾ അത് ഉപേക്ഷിച്ചു. അപ്പൊ അങ്ങനത്തെ ഉച്ഛിഷ്ടമായ ഭക്ഷണം, ഇതാണ് തമോ ഗുണികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയുന്നു. ഇഷ്ടം എന്നല്ലെങ്കിലും അങ്ങനത്തെ ഭക്ഷണം കിട്ടിയാൽ അവർ കഴിക്കും. പിന്നെ അശുദ്ധമായത്, അമേദ്യം അശുദ്ധമായത്. അത് അശുദ്ധം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഭക്ഷണം ആയിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് പൂജാമുറിയിലൊന്ന് ആ ഭക്ഷണം കൊണ്ടുപോയി നിവേദ്യം പോലെ വെച്ച് അതിനുശേഷം കഴിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അങ്ങനെ അതിനൊന്നും അനുയോജ്യമല്ലാത്ത ഭക്ഷണമാണ് ഈ അമേദ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണമാണ് പൊതുവെ ഈ താമസ സ്വഭാവം കൂടുതലുള്ളവർക്ക് താല്പര്യം. സാധാരണ അതായത് സത്വഗുണം ഉള്ളവരും രജോ ഗുണികളാണെങ്കിൽ ഇങ്ങനത്തെ ഭക്ഷണം പൊതുവെ അങ്ങ് മാറ്റി വെക്കും. തമസ് കൂടുതലുള്ളവരാകുമ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ച് അത് കഴിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ രുചിയില്ല. മാത്രമല്ല കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ആരോഗ്യത്തിന് അല്പം പോലും അനുയോജ്യമല്ല. അനാരോഗ്യം, പിന്നെ പലതരം അസുഖങ്ങൾ. ഇപ്പൊ തന്നെ നമുക്കറിയാം നമ്മളെ ഭക്ഷണ രീതിയുടെ ഒരു മാറ്റമാണ് ഇന്ന് വളരെയധികം രോഗങ്ങൾ വരാനുള്ള കാരണം. ഇപ്പോ ചെറുപ്പക്കാർ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നു, ലിവർ നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ഈ ഭക്ഷണ രീതിയിലുള്ള ഒരു വ്യത്യാസം തന്നെയാണ്. പിന്നെ മറ്റൊന്ന്, നമ്മളിപ്പോ പുറത്തു പോയി കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ വിചാരിക്കും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. നല്ല ഹോട്ടലിലൊക്കെ ആയിരിക്കും നമ്മൾ പോയി കയറുന്നത്. നമ്മളെ മുമ്പിൽ ഓർഡർ ചെയ്യുമ്പോൾ നല്ല ഭക്ഷണം എന്ന രീതിയിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഭക്ഷണം അതാത് സമയം അതാത് ദിവസം പാകം ചെയ്തതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അവര് നന്നായി ചൂടാക്കി നല്ല വൃത്തിയിലുള്ള പാത്രത്തിലൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്കും തോന്നും അത് നല്ല ഭക്ഷണമാണ്. എല്ലാ ഹോട്ടലല്ല പറയുന്നത്, എന്നാലും പല സ്ഥലങ്ങളിലും അതൊക്കെ സംഭവിക്കും. വലിയ വലിയ ഹോട്ടലിൽ പ്രത്യേകിച്ചും ധാരാളം സാധനങ്ങൾ ഉണ്ടാക്കിയാലും ഒരു ദിവസം ഉണ്ടാക്കിയ ഭക്ഷണം അധികമായി പോയാൽ അത് അവർ കളയൊന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഫ്രിഡ്ജുള്ളത് കൊണ്ട് അത് അതിൽ വെച്ച് ചൂടാക്കി നമുക്ക് കൊണ്ടുതരുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നല്ല പുതിയ ഭക്ഷണമാണ്, അത് നമ്മൾ ഇഷ്ടത്തിൽ കഴിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പുറത്തുള്ള ഭക്ഷണം ഇതൊക്കെ നമുക്ക് കൂടുതൽ അനാരോഗ്യം ഉണ്ടാക്കാൻ ഇടവരുത്തുന്നു എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. ഇനി അടുത്തത് 11-ാമത്തെ ശ്ലോകം. ഈ 11-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ പറയുന്നത് യജ്ഞത്തിനെ പറ്റിയാണ്. യജ്ഞം നമ്മള് മനുഷ്യർ ചെയ്യുന്ന യജ്ഞത്തെയും 3 വിഭാഗമായി തരംതിരിച്ചിരിക്കുന്നു. അതും ഈ സാത്വിക ഗുണം, പിന്നെ രാജസ ഗുണം, താമസ ഗുണം, ഇത് കൂടുതലുള്ള ആൾക്കാരുടെ യജ്ഞത്തിന് വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. 11-ാമത്തെ ശ്ലോകത്തില് സാത്വികന്മാരുടെ യജ്ഞത്തെ പറ്റിയാണ് പറയുന്നത്. സാത്വികന്മാര് പൊതുവെ യജ്ഞം ചെയ്യുന്നത് മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. മനഃശുദ്ധി ഉണ്ടാക്കാനാണ് സാത്വികന്മാരുടെ യജ്ഞം. അതേപോലെ തന്നെ പിന്നെ അവര് നമ്മളുടെ കാമവാസനകളെയൊക്കെ നിർമാർജനം ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെ ഇല്ലാതാക്കുക. അതായത് അഗ്നിയിൽ നമ്മളെ ഓരോ വസ്തുക്കൾ ഇട്ട് എരിയിച്ചെടുക്കുന്നത് പോലെ നമ്മളിൽ നിന്നും ആ കർമ്മവാസനകളെ എങ്ങനെ എരിയിച്ചെടുക്കാം എന്നാണ് സാത്വികന്മാരുടെ ചിന്ത ഉണ്ടാവുക. പിന്നെ മറ്റൊന്നവരുടെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരായിരിക്കും.
ഈ ഒരു 3 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് സാത്വികന്മാരുടെ യജ്ഞം. അതിനെപ്പറ്റിയാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 11ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. അഫലാകാംക്ഷിഭിർയജ്ഞോ വിധിദ്രഷ്ടോ യജ്യതേ ഇഷ്ടവ്യമേവേദി മനഃ സമാധായ സ സാത്വികഃ. അഫലാകാംക്ഷിഭി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഫലത്തെ കാക്ഷിക്കാതെ, ഫലത്തിന് യാതൊരു ഇച്ഛയും ഇല്ലാതെ, ഇഷ്ടവ്യമേവേദി എന്ന് പറഞ്ഞാൽ ഇഷ്ടവ്യം ഏവൈതി, ചെയ്യേണ്ടതായ യജ്ഞം തന്നെ. അതായത് ഓരോ ആൾക്കാർക്കും ഭഗവാൻ ഓരോ യജ്ഞം നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ബ്രാഹ്മണന്മാർക്കുള്ള യജ്ഞമായിരിക്കില്ല ഗൃഹസ്ഥന്മാരുടെ യജ്ഞം. അപ്പൊ ഓരോ വിഭാഗക്കാർക്കും ഉദ്ദേശിച്ചിരിക്കുന്ന യജ്ഞം നമ്മൾ ചെയ്തിരിക്കണം. അപ്പോ യജ്ഞ ഇഷ്ടവ്യമേവേദി മനഃ, മനസ്സ് സമാധായ, ഏകാഗ്രമാക്കിയിട്ട്, മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട്, വിധിദ്രഷ്ട, ശാസ്ത്രവിധി പ്രകാരം യജ്യതേ, ഏത് യജ്ഞം ചെയ്യപ്പെടുന്നുവോ സ സാത്വികഃ, അത് സാത്വിക യജ്ഞമാകുന്നു എന്നാണ് ഈ 11ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. അതായത് ഈ രീതിയിൽ യാതൊരു ഫലത്തെയും ഇച്ഛിക്കാതെ ശാസ്ത്രവിധി പ്രകാരം നമുക്ക് നിശ്ചയിച്ച യജ്ഞം എന്താണോ അത് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് ചെയ്യാം. ആ യജ്ഞത്തെ സാത്വികം യജ്ഞം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഗൃഹസ്ഥന്മാർക്ക് ഉള്ള യജ്ഞം, ഒരു യജ്ഞമാണ് ദേവയജ്ഞം. എന്താണ് ദേവയജ്ഞം എന്ന് പറഞ്ഞാല്, നമുക്ക് ജീവിത സാഹചര്യം നല്ല രീതിയിലാക്കാൻ വേണ്ടി ദേവന്മാര് നമുക്ക് സഹായം ചെയ്യുന്നുണ്ട് എന്നാണ്. ദേവന്മാര് ചെയ്യുന്ന സഹായം വിശ്വാസമാണ് അത്. അതായത് ദേവേന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത് എന്നൊരു വിശ്വാസം. അതൊന്നും എല്ലാവരും ഇപ്പം വിശ്വസിക്കണമെന്നില്ല. എന്നാൽ ദേവേന്ദ്രൻ മഴ പെയ്യിക്കുന്നു എന്നൊക്കെ നമ്മള് ഇതിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, പല ഗ്രന്ഥങ്ങളിലും പുരാണത്തിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോ ആ ദേവേന്ദ്രൻ മഴ പെയ്യിക്കുന്നു. അതുപോലെ വായു ഭഗവാൻ നമുക്ക് വളരെ നിഷ്പ്രയാസം നമുക്ക് ആവശ്യമുള്ള ശുദ്ധവായു ലഭ്യമാക്കുന്നു. അതുപോലെ അഗ്നിദേവൻ, ഇങ്ങനെയുള്ള ദേവന്മാർക്ക് ചെയ്യുന്നതാണ് ദേവയജ്ഞം. അത് യാതൊരു ഫലവും ആഗ്രഹിച്ചിട്ടല്ല, ആ ദേവന്മാരോടുള്ള ഒരു കൃതജ്ഞത, നന്ദിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന യജ്ഞമാണ് ദേവയജ്ഞം. അതേപോലെ പിതൃയജ്ഞം ചെയ്യുന്നത് നമ്മൾ പിതൃക്കളെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും യാതൊരു ഫലത്തെയും കാക്ഷിച്ചിട്ടല്ല, ആഗ്രഹിച്ചിട്ടല്ല. അപ്പൊ ഈ ദേവയജ്ഞം, പിതൃയജ്ഞം ഇതൊക്കെ സാത്വിക യജ്ഞത്തിൽ പെടുന്നു എന്ന് പറയുന്നു. അതേപോലെ നമ്മളുടെ സ്വധർമ്മം നമ്മളെ യാതൊരു ഫലവും ഇച്ഛിക്കാതെ ചെയ്യുന്ന എല്ലാ സ്വധർമ്മങ്ങളും ഈ സാത്വിക യജ്ഞത്തിന്റെ വിഭാഗത്തിലാണ് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളെ ഏതൊരു രക്ഷിതാക്കളും അവനവന്റെ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ യാതൊരു ഫലവും അതിൽ നിന്ന് ഇച്ഛിച്ചിട്ടല്ല. കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു സ്ഥാനത്തെത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് രക്ഷിതാക്കള് കുട്ടികളെ വളർത്തുന്നത്. അപ്പൊ അതൊരു സാത്വികമായ സ്വധർമ്മം ആണ് എന്ന് നമുക്ക് വിശ്വസിക്കാം, ആണ് എന്ന് പറയുന്നു. പിന്നെ അതുകൂടാതെ ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാളെ സഹായിക്കുന്നു, നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ആൾക്കാരെ ചിലപ്പോൾ നമ്മൾ സഹായിക്കും, ധനം കൊടുത്തിട്ടും അല്ലെ അവയവങ്ങൾ ദാനം ചെയ്തിട്ടും ഒക്കെ സഹായിക്കുന്നത്. അപ്പൊ അതൊക്കെ സാത്വിക യജ്ഞത്തിന്റെ വിഭാഗത്തിലാണ് പെടുന്നത്. അപ്പൊ അങ്ങനെ യാതൊരു ഫലവും ഇച്ഛിക്കാതെ ചെയ്യുന്ന യജ്ഞത്തിനാണ് സാത്വിക യജ്ഞം എന്ന് പറയുന്നത്. ഇത് സാധാരണ സാത്വിക ഗുണ കൂടുതലുള്ള ആൾക്കാരാണ്. അതാണ് 11ാമത്തെ ശ്ലോകത്ത് പറയുന്നത്. ഇനി 12ാമത്തെ ശ്ലോകത്തില് രാജസിക ഗുണം കൂടുതലുള്ള ആൾക്കാരുടെ യജ്ഞം എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. 12ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. അഭിസന്ധായ തു ഫലം ദമ്പാർത്ഥമഭി ചൈവയത് വിദ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസ. ഹേ ഭരതശ്രേഷ്ഠ എന്നാണ് സംബോധന ചെയ്യുന്നത്. അല്ലയോ ഭരതകുലത്തിൽ ശ്രേഷ്ഠനായവനെ അർജുന എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അഭിസന്ധായ തു ഫലം, അതായത് ഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് തന്നെ ഫലം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദമ്പാർത്ഥം അത് മാത്രമല്ല
ദമ്പാർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലും പറയും ദമ്പ് എന്ന് പറയുന്നത് തന്നെയാണ് ദമ്പാർത്ഥം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. തൻ്റെ വലുപ്പം അല്ലെങ്കിൽ തൻ്റെ മഹത്വത്തെ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയും ചെയ്യുന്ന കർമ്മം. പിന്നെ യജ്ഞതേ അങ്ങനെ ചെയ്യുന്ന യജ്ഞങ്ങള് അങ്ങനെ യജ്ഞം, ആ യജ്ഞത്തിനെ വിദ്ധി രാജസം, രാജസം വിദ്ധി, രാജസം എന്ന് അറിഞ്ഞാലും, അതായത് ഫലത്തെ കാക്ഷിച്ചുകൊണ്ടും അവനവന്റെ മഹിമയെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈ രാജസം യജ്ഞം എന്ന ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അതായത് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ തന്നെ പല വഴിപാടും അമ്പലങ്ങളിലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ പൊതുവേ സാധാരണക്കാർ വഴിപാട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു ഫലം ഇച്ഛിച്ചുകൊണ്ടാണ്. ഭഗവാനെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം സാധിപ്പിച്ചു തന്നാല് ഞാൻ ഇന്നേ ഒരു വഴിപാട് ചെയ്യാം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതൊക്കെ രാജസത്തിലാണ്. അപ്പൊ നമുക്ക് നമ്മളത് ഓർമ്മിക്കുന്നില്ല എന്നുള്ളേ ഉള്ളൂ. നമ്മൾ ശരിക്ക് ഒരുപാട് വഴിപാട് ചെയ്യാറുണ്ട്. വഴിപാട് ചെയ്യുമ്പോൾ പ്രാർത്ഥനയാണ്, ഇന്നേ ഒരു കാര്യം സാധിച്ചു തന്നാല് ഇന്നേ ഒരു കാര്യം ഞാൻ അവിടെ ചെയ്യുന്നു. അപ്പൊ അത് ഈ രാജസത്തിലാണ് പെടുന്നത്. ഈ രാജസ കർമ്മങ്ങളൊക്കെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുകൊണ്ട് വരും അടുത്ത ജന്മത്തിലേക്ക്. അപ്പൊ ഇതാണ് സഞ്ചിത കർമ്മമായിട്ടൊക്കെ വരുന്നത്. യഥാർത്ഥത്തിൽ സാത്വിക കർമ്മമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെ രാജസത്തിൽപ്പെട്ടതാണ്. അതേപോലെ തൻ്റെ മഹത്വത്തെ അറിയിക്കാൻ, അതായത് ഇപ്പോ ഉദാഹരണത്തിന് ക്ഷേത്രങ്ങളിൽ തന്നെ പലരും അവിടെ ക്ഷേത്രത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം ചെയ്യും. പല കെട്ടിടങ്ങളോ, അതായത് അന്നദാന ഹോളോ അല്ലെങ്കിൽ നടപ്പന്തല് ഇങ്ങനെ, അല്ലെങ്കിൽ ഭണ്ഡാരം ഇങ്ങനെയുള്ളതൊക്കെ ക്ഷേത്രത്തിന്റെ ഉന്നമനം എന്ന് ഉദ്ദേശിച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. കൊടുക്കുമ്പോ പലരും എന്താ ചെയ്യുന്നത്, ഇതിന്റെ മുകളിലൊക്കെ നമ്മളെ പേരെഴുതി വെക്കും. അങ്ങനെ നമ്മൾ പേരെഴുതി വെച്ചിട്ട് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഭഗവാന് കൊടുത്തതാകുന്നില്ല എന്നാ പറയുന്നത്. അപ്പോഴും നമ്മളെ പേര് അയിമലുള്ളത് കൊണ്ട് അത് നമ്മളതും കൂടിയാണ് ആവുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് തന്നെ പ്രയോജനം ഇല്ല എന്ന് പറയുന്നു. മാത്രമല്ല ഇത് മറ്റുള്ളവരെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനൊക്കെ കഴിവുണ്ട് എന്നൊക്കെ നമ്മൾ മറ്റുള്ളവരെയും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ അതും രാജസം എന്ന രാജസയജ്ഞം എന്ന ഗ്രൂപ്പിലാണ് പെടുന്നത്. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള എന്ത് പ്രവൃത്തിയും, ഇപ്പൊ എന്തെങ്കിലും സംഘാടനം നടത്തുമ്പോൾ അതിൽ നമ്മള് പല ഭാഗഭാക്കാവും, അതില് നേതൃസ്ഥാനം വഹിക്കും. അങ്ങനെ നേതൃസ്ഥാനം വഹിച്ച് ഒരുപാട് അധ്വാനമൊക്കെ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ നമ്മളെ മനസ്സിൽ ഒരു അഹങ്കാരം വന്നു പോയാൽ അതും രാജസം എന്ന ഗ്രൂപ്പിലാണ് പെടുക. കാരണം ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാനില്ലെങ്കിൽ ഈ കാര്യമൊന്നും നടക്കൂല എന്നുള്ള ഒരു അഹംഭാവം നമ്മളെ മനസ്സിൽ വന്നോ പിന്നെ അതും രാജസം എന്ന ഗ്രൂപ്പിൽ പെടും. അതേസമയം യാതൊരു അഹംഭാവവും ഇല്ലാതെ നിസ്വാർത്ഥമായി ചെയ്യുന്നതാണെങ്കിൽ അത് സാത്വികം എന്ന യജ്ഞത്തിന്റെ ഗ്രൂപ്പിലാണ് പെടുക. അപ്പോൾ ഫലകാംക്ഷയോടുകൂടിയും തന്റെ മഹത്വത്തെ അറിയിക്കുന്നതിന് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയും ഏതൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് ആ യജ്ഞമൊക്കെ രാജസം എന്ന് അറിഞ്ഞാലും എന്നാണ് ഈ 12ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ഹരിയോം. ഇത്ര നേരവും എന്നെ ശ്രവിച്ചു നിന്ന എല്ലാ യോഗബന്ധുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഹരിയോം. 13, 14, 15 ശ്ലോകങ്ങൾ ചൊല്ലുവാൻ ദേവകിയൊക്കെയും വിശദീകരണത്തിനായി പാർവതിയൊക്കെയും ക്ഷണിക്കും. ഹരിയോം. വിധിഹീനം അസൃഷ്ടാന്നം. പറഞ്ഞോളൂ, ഓരോ വരി എടുക്കാം. വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം മന്ത്രഹീനമദക്ഷിണം വിധിഹീനം അസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞ ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ താമസം പരിചക്ഷതേ
ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. 4 വരി ഒന്നിച്ചല്ല. വിധിഹീനം അസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. അടുത്തത് 14ാമത്തെ ശ്ലോകം. 2 വരി ഒന്നിച്ചാണ് ചെല്ലുന്നത്. ദേവദ്വിജഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം. ദേവദ്വിജഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം. ബ്രഹ്മചര്യം അഹിംസാ ച ബ്രഹ്മചര്യമഹിംസാ ച ശാരീരം തപ ഉച്യതേ. ശാരീരം തപ ഉച്യതേ. മോള് 2 വരി ആദ്യം ചെല്ലും. ദേവദ്വിജഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം. ദേവദ്വിജഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം. ബ്രഹ്മചര്യമഹിംസാ ച ശാരീരം തപ ഉച്യതേ. ബ്രഹ്മചര്യമഹിംസാ ച ശാരീരം തപ ഉച്യതേ. 4 വരി ഒന്നിച്ചില്ല. ദേവദ്വിജഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാ ച ശാരീരം തപ ഉച്യതേ. ദേവദ്വിജഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാ ച ശാരീരം തപ ഉച്യതേ. 15ാമത്തെ ശ്ലോകം. അനുദ്വേഗകരം വാക്യം. അനുദ്വേഗകരം വാക്യം. സത്യം പ്രിയഹിതം ച യത്. സത്യം പ്രിയഹിതം ച യത്. സ്വാധ്യായാഭ്യസനം ചൈവ. സ്വാധ്യായാഭ്യസനം ചൈവ. വാഗ്മയം തപ ഉച്യതേ. വാഗ്മയം തപ ഉച്യതേ. ആദ്യം 2 വരിയല്ല. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ച യത്. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ച യത്. സ്വാധ്യായാഭ്യസനം ചൈവ വാഗ്മയം തപ ഉച്യതേ. സ്വാധ്യായാഭ്യസനം ചൈവ വാഗ്മയം തപ ഉച്യതേ. 4 വരി ഒന്നിച്ചില്ല. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ച യത്. സ്വാധ്യായാഭ്യസനം ചൈവ വാഗ്മയം തപ ഉച്യതേ. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ച യത്. സ്വാധ്യായാഭ്യസനം ചൈവ വാഗ്മയം തപ ഉച്യതേ. ഹരി ഓം. എനിക്ക് ഈ അവസരം തന്ന സിന്ധുവക്കയ്ക്കും SPYS പ്രസ്ഥാനത്തിനും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി. 12 വരെയുള്ള ശ്ലോകങ്ങളുടെ വിതരണം കേട്ടതാണ്. ഇനി നമുക്ക് 13ാമത്തെ ശ്ലോകത്തിന്റെ വാക്കിന്റെ അർത്ഥത്തെ നോക്കാം. വിധിഹീനമദൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വിധിഹീനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? വിധിപ്രകാരമല്ലാതെയും അദൃഷ്ടാന്നം എന്ന് പറഞ്ഞാല് അന്നദാനം കൂടാതെയും, മന്ത്രഹീനം എന്ന് പറഞ്ഞാൽ മന്ത്രമില്ലാതെയും, അദക്ഷിണം എന്ന് പറഞ്ഞാൽ ദക്ഷിണ ഇല്ലാതെയും, ശ്രദ്ധാവിരഹിതം എന്ന് പറഞ്ഞാൽ വിദ്യാപരഹിതമായി ചെയ്യുന്ന എല്ലാ യജ്ഞങ്ങളും താമസമായി പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്.
എന്താ വിധി പ്രകാരമല്ലാതെ വിധി പ്രകാരം നമ്മളിപ്പോ വീട്ടിൽ നമ്മൾ എന്ത് നടത്തുകയാണെങ്കിലും കല്യാണോ പല പരിപാടി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ വീട് പാർക്കലോ അല്ലെ അന്നപ്രാശോ ഏത് ഇതാണെങ്കിലും നമ്മൾ ആ വിധി പ്രകാരമാണ് ചെയ്യുക. കല്യാണമാണെങ്കിൽ ആദ്യമായിട്ട് ഒരു ജ്യോതിഷന്റെ അടുത്ത് പോകും. എന്നിട്ട് നല്ല ദിവസം മുഹൂർത്തമൊക്കെ നോക്കി നിശ്ചയിച്ച് എന്നിട്ടാണ് നമ്മൾ കല്യാണ കത്തടിക്കലും എല്ലാവരെയും ക്ഷണിക്കലും ഒക്കെ. അതുപോലെ തന്നെ ആ വധുവിന് വരന്റെ വീട്ടിൽ കയറാനുള്ള സമയം നോക്കിയിട്ടാണ്. അങ്ങനെ ഓരോന്നിനും നമ്മൾ ഓരോ ചിട്ടുണ്ട്, പ്രകാരമാണ് നമ്മളൊക്കെ ചെയ്യല്. നോക്കിയാൽ പോരാ, ആ കൃത്യസമയത്ത് തന്നെ ഇപ്പൊ കല്യാണത്തിനാണെങ്കിൽ നമ്മ മുഹൂർത്ത സമയത്ത് തന്നെ നമ്മൾ സാരി കെട്ടും മാലടും ഒക്കെ ചെയ്യും. അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇതിന് മുമ്പായിട്ട് പൂജാരി ഉണ്ടാവും സ്റ്റേജിൽ, പൂജാരിയെ ക്ഷണിക്കും. പൂജാരി എന്താ ചെയ്യുക? മന്ത്രം ചൊല്ലിയിട്ട് ഈ താലിമാലയും പൂമാലയും ഒക്കെ പൂജിക്കും. അത് പൂജിച്ചാൽ കൃത്യസമയത്ത് തന്നെ മാലടലും താലിയെട്ടലും ഒക്കെ കഴിയും. അത് കഴിഞ്ഞാല് ആ പൂജാരിക്ക് നമ്മൾ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങും. അദ്ദേഹത്തിന്റെ കാലത്തല് വരനും വധുവൊക്കെ കുമ്പിടും ചെയ്യും. അങ്ങനെയാണ് ചെയ്യല്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും വിളിച്ച് കല്യാണ സദ്യ നടത്തല്. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അടുത്തുള്ള ആൾക്കാരെയും എല്ലാരെയും വിളിച്ചിട്ട് നല്ല സദ്യയും കൊടുക്കും. അന്നദാനം ചെയ്യും നമ്മള്. ഇനി കല്യാണത്തിനാണ് വരൻ വരുമ്പോൾ എന്തൊക്കെ അറിയോ ചിട്ടകള്? കുട്ടികൾ ഉണ്ടാവും കാലത്തില് പൂക്കളും പനിനീരും ഒക്കെ ആയിട്ട് കാത്തിട്ടുണ്ട്. പനിനീര് തളിച്ചിട്ടും പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്തിട്ടൊക്കെ അവരെ സ്വീകരിക്കും വരനും പാർട്ടിയും. ഇനി കല്യാണം കഴിഞ്ഞാൽ പിന്നെ വരന്റെ വീട്ടിലേക്ക് വധു പോകുമ്പോ അവിടെ കയറാനും സമയം ഉണ്ടാവും. അവരവിടെ എത്തിയെന്ന് കണ്ടാല് അവിടുത്തെ അമ്മമാരെന്ത് ചെയ്യുന്നറിയോ? അമ്മമാരുണ്ടാവും, അമ്മായിമാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അവര് കാലങ്ങളൊക്കെ റെഡിയാക്കി നിന്നിട്ടുണ്ടാവും. വിളക്ക് നിലവിളക്ക് ഉണ്ടാവും, പിന്നീടൊക്കെ എടുത്തിട്ട് അവരെ സ്വീകരിക്കാനായിട്ട് വരഞ്ഞ് വധുവിനെയൊക്കെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നുണ്ടാവും. അവര് മുറ്റത്തെത്തി ഉമ്മർത്തേ കയറാനായ എന്താ ചെയ്യല്? വധുവിന്റെ കയ്യിൽ ഈ അമ്മ നിലവിളക്ക് കൊടുക്കും. എന്നിട്ട് എന്താ പറയാ അറിയോ? വലത് കാല് വെച്ച് കയറണം എന്നാണ് പറയാ. അവരുടെ ചിട്ടയാണ്. വലത് കാല് വെച്ചിട്ട് ആ വധു വിളക്കായിട്ട് കയറി അത് കൊണ്ടുവച്ച് അവിടെ തന്നെ വരനും വധു ഇരുന്ന് പിന്നെ അവർക്ക് മധുരം കൊടുക്കും. ഇങ്ങനെ ഓരോരോ വിധി, ഓരോരോ ചിട്ടകളുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ നടത്തുക. എന്നാൽ ചില ആൾക്കാരുണ്ടല്ലോ യാതൊന്നും നോക്കാതെ മന്ത്രമോ ദക്ഷിണയോ ഒന്നും കൊടുക്കാതെ അന്നദാനം നടത്താതെയൊക്കെ എന്തോ ചില കാട്ടിക്കൂട്ടലുണ്ടാവും. അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. പിന്നെ വീട് പാർക്കലാണെങ്കിലോ അതും അതുപോലെ തന്നെ. അതിന് നമ്മൾ സമയം ഒക്കെ നോക്കും. വീട്ടിൽ കയറാനും നല്ല ദിവസമൊക്കെ നോക്കി അതിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതോ ഗണപതി ഹോമം നടത്തും. ഇപ്പൊ പൂജാരിക്ക് എന്നിട്ട് ദക്ഷിണ കൊടുത്ത് അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങി ആ സമയത്ത് തന്നെ, ആ കൃത്യസമയത്ത് മൂത്ത സമയത്ത് തന്നെ നമ്മള് ഉള്ളിൽ കയറും. വീട്ടിൽ കയറിയാൽ എന്താ ചെയ്യുക? ആദ്യമായിട്ട് പാല് തിളപ്പിക്കുക ചെയ്യുക. ഇപ്പൊ അതാ ചിട്ടയാണ്. പാല് തിളപ്പിച്ച ചായ ഒക്കെ കഴിച്ച് എല്ലാവരും പിന്നെ ഉച്ചയ്ക്ക് നല്ല സദ്യയും ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ വിധിഹീനമായിട്ട് വിധിയൊന്നും നോക്കാതെ ഓരോരോ കാര്യങ്ങളും ചെയ്താല് ആ പ്രവർത്തനത്തെ എന്തായിട്ടാ കണക്കാക്കിയതയോ താമസമെന്ന് പറയപ്പെടുന്നു. നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? യാതൊരുവൻ ശാസ്ത്രവിധി മാനിക്കാതെ തന്നിഷ്ടത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നോ ഒരിക്കലും അവൻ സുഖം പ്രാപിക്കുന്നില്ല, ഭഗവാനെ പ്രാപിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് 13ാമത്തെ ശ്ലോകത്തിന്റെ വിവരണം. 14ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. എന്താ അറിയോ? 14ാമത്തെ ശ്ലോകം ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ചൗചമാർജവം ബ്രഹ്മചര്യമഹിംസാചാരീരം തവ ഉച്യതേ. ദേവ എന്ന് പറഞ്ഞ ദേവന്മാരാണ്. ദ്വിജഹ എന്ന് പറഞ്ഞ ബ്രാഹ്മണർ. ഗുരു എന്ന് പറഞ്ഞാൽ പിന്നെ ഗുരുക്കന്മാർ. പ്രാജ്ഞ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാര്. പൂജനം എന്ന് പറഞ്ഞാൽ പൂജിക്കൽ. ഇവരൊക്കെ നമ്മൾ പൂജിക്കണം എന്നാ പറയുന്നത്. നമ്മൾ ദേവന്മാരെ നമ്മൾ അമ്പലത്തിൽ പോകും. ദേവന്മാരെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞാൽ തിരുമേനി തീർത്ഥം പ്രസാദം തരും. ദക്ഷിണ കൊടുത്ത് പൂജാരിയുടെ അനുഗ്രഹം വാങ്ങും.
അത് കഴിഞ്ഞ് പോരുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമസ്കരിക്കും, നടക്കൽ നമസ്കരിച്ചിട്ടാണല്ലോ പോരുക. അങ്ങനെ ഞങ്ങൾ ദേവന്മാരെയൊക്കെ നമ്മൾ വന്ദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാഹ്മണരെയും, ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ആരാണ് അറിയോ? പൂജാവിധികളും വേദങ്ങളും ഒക്കെ പഠിച്ച ആൾക്കാരാണ് ബ്രാഹ്മണർ. അപ്പൊ അവരെയും നമ്മൾ വന്ദിക്കണം, ബഹുമാനിക്കണം. പുരുഷന്മാരറിയല്ലോ വിദ്യ പറഞ്ഞിരുന്ന ആൾക്കാരാണ്. അത് തീർച്ചയായിട്ടും അവരെ കാണുമ്പോ ബഹുമാനിക്കണം, നമസ്തേ പറയണം, അവരുടെ കാര്യത്തില് കുമ്പിടണം. ഇതൊക്കെ നമ്മൾ ചെയ്യലുണ്ട്. ജ്ഞാനികളെയും പൂജിക്കണം. ആരെ ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ അറിയോ? പണ്ഡിതന്മാരാണ്. വേറെയും കൂടി ജ്ഞാനിക്ക് അപ്പുണ്ട്. ആത്മജ്ഞാനത്തിലൂടെ ജ്ഞാനം നേടിയ സന്യാസിമാർ എന്നും കൂടി അർത്ഥമുണ്ട്. ഇങ്ങനെ ആത്മജ്ഞാനത്തിലൂടെ ജ്ഞാനം നേടൽ എങ്ങനെയെന്നറിയോ? തപസ് ചെയ്തിട്ട്, തപസ് 3 വിധം തപസ്സുണ്ട്. ശാരീരിക തപസ്, മാനസിക തപസ്, വാഗ്മയ തപസ്. അതിൽ അങ്ങനെ തപസ്സിലൂടെ ജ്ഞാനം നേടുക സന്യാസിമാര്, അവര് നമ്മൾ ബഹുമാനിക്കണം. അവരൊക്കെ ബഹുമാനിക്കാൻ ഓരോരുത്തർക്കും സ്ഥാനത്തിനനുസരിച്ച് അവരെ പൂജിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക, അർത്ഥമായ സ്ഥാനം കൊടുത്തിട്ട് അവരോട് പെരുമാറണം. പിന്നെന്താ അറിയാ? ശുചിത്വം പാലിക്കണം. എന്താ ശുചിത്വം പാലിക്കുക എന്നാൽ ശരീരശുദ്ധി മാത്രമല്ല, മാനസിക ശുചിത്വം കൂടി. എന്താ ഈ മാനസിക ശുചിത്വം എന്ന് പറഞ്ഞാൽ മനസ്സിൽ അസൂയ, ഗുണത്തോ, പരദൂഷണം ഒന്നും ഇല്ലാതെ നല്ല ശുദ്ധമായ മനസ്സോട് കൂടി ഇരിക്കണം. മനസ്സിനും ശരീരത്തിനും ശുചിത്വം പാലിക്കണം. മനസ്സിൽ ശുദ്ധിയുള്ളതാകുകയും വേണം. പിന്നെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. എന്താ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അറിയോ? ബ്രഹ്മൻ എന്നാൽ പരമമായത് അല്ലെങ്കിൽ ദൈവികമായത് എന്നാണ് അർത്ഥം. ചര്യ എന്ന് പറഞ്ഞാൽ പാത. അപ്പൊ എന്താ? ദൈവത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കണം. എന്താ ദൈവത്തിന്റെ പാത എന്ന് പറഞ്ഞാൽ? ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? സത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഒക്കെ ഉള്ളതാണ്. അതേപോലെ അതേ രീതിയിൽ കൂടി സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. ഒരു വ്യക്തി തന്റെ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ബ്രഹ്മചര്യം പാലിക്കണം. മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ നമുക്കും സാധിക്കണം. നോക്കേണ് ഭഗവാന് അർജുനോട് പറയുന്ന കാര്യങ്ങൾ. പിന്നെ വളച്ചൊടിക്കാതെ കാര്യങ്ങൾ പറയുക, ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക. ഇതൊക്കെ ഏത് വിഭാഗത്തിലാണ് പെടുക? ശാരീരിക തപസ്സിൽ പെടുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണ്? ദേവന്മാരെ പൂജിക്കലും, ബ്രാഹ്മണരെ പൂജിക്കുക, ഗുരുക്കന്മാരെ പൂജിക്കുക, ശുചിത്വം പാലിക്കുക, വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയാതിരിക്കുക, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശാരീരിക തപസ്സിൽപ്പെട്ടതാണ്. അതാണ് 14-ാമത്തെ ശ്ലോകം. ഇനി 15-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം, അല്ല ശ്ലോകം നമുക്ക് നോക്കാം. അനുദേഹതരം വാക്യം സത്യം പ്രിയഹിതം ജയത് സാധ്യായഭ്യർത്ഥനം ചൈവാമയന്തവ ഉച്യതേ. അടുത്തെന്താ അറിയോ? വാക്കുകൊണ്ടുള്ള തപസ്സാണ്. അതെന്തൊക്കെയാണെന്ന് അറിയോ? നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് വേദന ഉളവാക്കുന്ന വിധത്തിലുള്ള ഒരു വാക്കും പറയാതിരിക്കുക. സത്യമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അവരേക്ക് സംസാരിക്കുക. അവർക്കും കൂടി പ്രിയമുള്ളതും ഹിതമായതുമായ സംഭാഷണത്തിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്. കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാതെ പറയുക. നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആൾക്കും കൂടി സംസാരിക്കാൻ ഒരവസരം കൊടുക്കണം. അല്ല നമ്മൾ ഇങ്ങനെ ചരവശരിയാതെ പറയാ, അപ്പൊ അവർക്ക് വെറുപ്പുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല കാര്യങ്ങൾ മാത്രം പറയുക. വേദാഭ്യാസത്തിനെ പറ്റി പറയുക, ആത്മീയ കാര്യങ്ങളൊക്കെ പറയുക. ഇങ്ങനെ സത്യസന്ധമായ സംഭാഷണം
വേദപഠന ക്ലാസ്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടുള്ള സംസാരത്തെ ഒഴിവാക്കുക, കാര്യങ്ങൾ വളച്ചൊടിക്കാതെ നേരെ തന്നെ പറയുക, വിരസത ഒഴിവാക്കുക. കഴിയുന്നതും സംസാരിക്കുമ്പോൾ അയാൾക്കൊരു മുഷിപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാവരുത് നമ്മുടെ സംഭാഷണം. എന്നിവയെല്ലാം വാഗ്മയ തപസ് എന്ന് പറയാം. അതൊക്കെ വാഗ്മയ തപസ്സിൽ പെട്ടതാണ്. മനോ വാക്ക് കായ കർമ്മങ്ങൾ ശാസ്ത്രീയമായി എങ്ങനെ നിർവഹിക്കണമെന്ന് സുലളിതവും സുഗ്രാഹ്യവുമായി പ്രതിപാദിക്കുന്ന ഒരു യോഗശാസ്ത്രമാണ്, ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു യോഗശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ഈ 13, 14, 15 ശ്ലോകങ്ങൾ പറയുന്നത്. ഹരിയോ, എന്തെങ്കിലും ക്ഷമിക്കണം. ഹരിയോം. അങ്ങനെ ഇന്നത്തെ ഈ ഗീതാധ്യയന വേള വളരെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വളരെ ഭംഗിയായി അവരവരുടെ കർത്തവ്യം നിർവഹിച്ച ഓമനാക്ക, പ്രേമലതാക്ക, മൃദുലാക്ക, രാജമാക്ക, രത്നവല്ലി അക്ക, ദേവകി അക്ക, പാർവതി അക്ക, സരോജിനി അക്ക, എല്ലാവർക്കും എൻ്റെ പേരിലും സമിതിയുടെ പേരിലുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം പിന്നണിയിൽ വളരെ സാത്വിക ഭാവത്തോടു കൂടി, അതായത് പ്രതിഫലേച്ഛയൊന്നും കൂടാതെ ചിട്ടയോടെ ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്ന സിന്ധുവക്കയ്ക്കും, അതുപോലെ ടെക് സപ്പോർട്ട് ചെയ്യുന്ന സുനൈനാക്കയ്ക്കും സമിതിയുടെ പേരിലും സദസ്സിന്റെ പേരിലുമുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ഇന്ന് എനിക്ക് ഈ അവസരം തന്ന സമിതിക്കും ഭാരവാഹികൾക്കും എൻ്റെ കൃതജ്ഞത പറയുന്നു. സർവോപരി ഭഗവാന്റെ ഉപദേശങ്ങൾ സമർപ്പണ ബുദ്ധിയോടെ ശ്രവിച്ച ഈ വേളയിൽ സന്നിഹിതരായ എല്ലാവരും ധന്യരായി എന്ന് വിശ്വസിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ലോക കല്യാണ മന്ത്രം ചൊല്ലാം. എല്ലാവരും നമസ്കാര സ്ഥിതിയിൽ വരിക. മുഖത്ത് മന്ദസ്മിതം. സർവേ ഭവതു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഗുരുഭ്യോ നമഃ.